Friends, welcome to the channel. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് അജയ്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ വൈഫൈൻ്റെ റേഞ്ചിനെ കുറിച്ചാണ്. നമ്മുടെ വൈഫൈൻ്റെ റേഞ്ച് എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാം, അതിൻ്റെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെയാണ്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത് കൂട്ടാം, അതിൻ്റെ സിഗ്നൽ കൂട്ടാം, അതിൻ്റെ അതുപോലെ സ്പീഡ് കൂട്ടാം. അപ്പോൾ കുറച്ച് ടിപ്സുകളാണ്. ഇത് സിമ്പിൾ ട്രിക്സ് ആണ്. അപ്പോൾ നമ്മൾ എവിടെയാണ് വെക്കേണ്ടത് അതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വൈഫൈ കംപ്ലൈൻ്റ് ആണോ അതോ വൈഫൈൻ്റെ കുഴപ്പമാണോ എന്ന് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യണം. എന്നിട്ടല്ലേ പിന്നെ നമ്മൾ വൈഫൈ നോക്കിയിട്ട് കാര്യമുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മോഡത്തിലേക്ക് ലാൻ കേബിൾ കുത്തി നോക്കിയിട്ട് ചെക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾക്ക് വൈഫൈയുടെ അടുത്ത സ്റ്റെപ്പുകളാണ് വൈഫൈൻ്റെ കുഴപ്പങ്ങൾ പരിഹരിക്കാനും അത് വൈഫൈൻ്റെ സിഗ്നൽ സ്ട്രെങ്ത് കൂടാനുള്ള ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ആദ്യം നമ്മുടെ നെറ്റ് ശരിക്കും വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതിന് ലാൻ കേബിൾ വെച്ച് ഫസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് ഇനിയുള്ള അടുത്ത സ്റ്റെപ്പ് ഫോളോ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് വൈഫൈൻ്റെ മോഡത്തിൻ്റെ കോൺഫിഗറേഷനിൽ കയറാൻ പറ്റും. നമുക്ക് എല്ലാത്തിനും ഒരു 198.168.1.1 അടിച്ചു കൊടുത്താൽ നമുക്ക് അതിൻ്റെ കോൺഫിഗറേഷനിൽ കയറാൻ പറ്റും. അപ്പോൾ അതിൽ കയറിയിട്ട് നമ്മൾ ഫേംവെയർ അപ്ഡേറ്റ് ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പോൾ എല്ലാ ഇതിലും ഫേംവെയർ അപ്ഡേറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡയറക്റ്റ് ഫ്രഷ് എന്ന് വെച്ചാൽ ലേറ്റസ്റ്റ് ഫേംവെയർ അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങളുടെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഫുൾ സോൾവ് ആയിട്ട് സ്പീഡ് കൂടാനും സിഗ്നൽ സ്ട്രെങ്ത് കൂടാനും സാധ്യതയുണ്ട്. പിന്നെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ മോഡം വെക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളൊരു വീടാണ് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ശരിക്കും വെക്കേണ്ടത് നിങ്ങൾക്ക് ഫുൾ സൈഡിലേക്കും കിട്ടണമെങ്കിൽ വെക്കേണ്ടത് ശരിക്കും നടുവിലാണ് വെക്കേണ്ടത്. സെൻറ്റർ ഓഫ് ദ ഹൗസിലാണ് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സൈഡിലേക്കും ഈക്വൽ ആയിട്ടുള്ള ലെങ്ത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ആ അറ്റത്തേക്കൊന്നും ആവശ്യമില്ലെന്ന് വെച്ചാൽ നിങ്ങളുടെ റൂമിൻ്റെ ഈ സൈഡിലേക്ക് വെച്ചാൽ മതി. പക്ഷേ രണ്ട് സൈഡിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ സെൻറ്ററിൽ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലായിടത്തേക്കും റേഞ്ച് കിട്ടും. അപ്പോൾ നിങ്ങളതുപോലെ പക്ഷേ അതിന് പകരം നിങ്ങൾ ചിലപ്പോൾ ഈ സൈഡിൽ കൊണ്ട് വെച്ചിട്ട് പിന്നെ അവിടെ റേഞ്ച് കുറവായിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അത് നിങ്ങൾ കമ്പയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മാക്സിമം സെൻറ്ററിൽ വെക്കാൻ നോക്കുക. നമ്മുടെ ഈ വൈഫൈൻ്റെ നമ്മളിപ്പോൾ ഒരു ഓപ്പൺ ആക്കി ഇടാണ്ടിരിക്കുക. എന്ന് വെച്ചാൽ സെക്യൂരിറ്റി ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് ഓപ്പൺ ഇടാം, അല്ലെങ്കിൽ നമുക്ക് പാസ്വേഡ് സെക്യൂരിറ്റി വേണം വയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഓപ്പൺ ആക്കി ഇടരുത്. പിന്നെ നമ്മൾ ഡിഫോൾട്ട് പാസ്വേഡ് ഉണ്ടെങ്കിൽ അത് മാറ്റുക. എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഇൻട്രൂഡേഴ്സിൽ കയറി കഴിഞ്ഞാൽ അപ്പോൾ വേറെ ആൾക്കാർ പുറത്ത് ഇപ്പോൾ ഇതിന് അത്യാവശ്യം റേഞ്ച് ഉണ്ടായിരിക്കും നമ്മുടെ റിസോർട്ട് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇത് ഓപ്പൺ ആക്കിയിട്ട് അപ്പോൾ വേറെ ആൾക്കാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പോൾ നോർമലി നമ്മുടെ സ്പീഡ് കുറയും. അപ്പോൾ അതൊരു ഇതാണ്. അതൊരു വെച്ചാൽ അത് പിന്നെ സ്പീഡ് കുറഞ്ഞിട്ട് പിന്നെ സ്പീഡ് കംപ്ലൈൻറ്റ് കാര്യമില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും സെക്യൂരിറ്റി പാസ്വേഡ് ആക്കിയിട്ട് വയ്ക്കുക, ഓപ്പൺ ആക്കി കണ്ടിരിക്കുക. പിന്നെ അടുത്ത ട്രിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അതിന് ബാൻഡ് ഉണ്ടല്ലോ 2.4 GHz അല്ലെങ്കിൽ 5 GHz ആണ്. അപ്പോൾ നിങ്ങൾ 5 GHz സപ്പോർട്ട് ആണെങ്കിൽ എപ്പോഴും 5 GHzലേക്ക് മാറ്റിയിടുക. അതുകൊണ്ട് നിങ്ങളുടെ സ്പീഡ് ഇമ്പ്രൂവ് ചെയ്യും. ഇപ്പോൾ 2.5 GHz സപ്പോർട്ട് ഉള്ളതെന്ന് വെച്ചാൽ വേറെ രക്ഷയൊന്നുമില്ല. 5 GHz ആണെങ്കിൽ ഇപ്പോൾ ഡുവൽ ബാൻഡ് ഇത് കിട്ടും. അപ്പോൾ ഡുവൽ ബാൻഡ് ആണെങ്കിൽ 5 GHz ആണെങ്കിൽ നിങ്ങളുടെ കോൺഫിഗറേഷനിൽ കയറി 5 GHz എനേബിൾ ചെയ്തിടുക. എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വേറൊരു എക്സ്റ്റെൻഡ് വെച്ചാൽ ഒരു റേഞ്ചിന് ഒരു ലിമിറ്റിനായിരിക്കുമല്ലോ. അത് ലിമിറ്റ് നമുക്ക് എന്ത് ചെയ്തിട്ട് എക്സ്റ്റെൻഡ് ആവില്ലെങ്കിൽ നമുക്കൊരു എക്സ്റ്റെൻഡർ വാങ്ങിക്കുക. അപ്പോൾ നമുക്ക് റേഞ്ച് എക്സ്റ്റെൻഡർ വാങ്ങിയാൽ കിട്ടും. ഇപ്പോൾ TP ലിങ്കിൻ്റെ ഇപ്പം നല്ലൊരു ഇതെന്ന് പറയുന്നത് TP ലിങ്കിൻ്റെ ഒരു എക്സ്റ്റെൻഡർ ഉണ്ട്. നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് താഴെ ഇടാം. അതിനൊരു 1600 ആ റേഞ്ചിൽ കിട്ടും. അത് നിങ്ങൾക്ക് വെറുതെ പ്ലഗ് ആൻഡ് പ്ലേ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പോയി പ്ലഗ് ആൻഡ് പ്ലേ. ഇപ്പോൾ ടിവിയുടെ അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ ടിവിയുടെ ബാക്കിൽ പോയിട്ട് അത് പ്ലഗ് ചെയ്ത് വെച്ചാൽ നമുക്ക് പിന്നെ അതിൽ സെറ്റിങ്സ് ഉണ്ട് കുറച്ച്. അത് നമുക്ക് അതിൻ്റെ കൂടെ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ കൂടെ കിട്ടും. സിമ്പിൾ ട്രിക്കാണ്, സിമ്പിൾ മെത്തേഡേ ഉള്ളൂ. അതിൻ്റെ കൂടെ സിഗ്നൽ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽ സ്ട്രെങ്ത് തന്നെ കൂട്ടും. ചെറുതായിട്ടൊരു സ്പീഡ് ഡ്രോപ്പ് ഉണ്ടാവും, പക്ഷേ എന്നാലും സിഗ്നൽ സ്ട്രെങ്ത് കൂടും. നമുക്ക് ആവശ്യമുള്ള സ്പീഡ് കിട്ടും. നമ്മുടെ നോർമൽ സ്പീഡാണെങ്കിൽ ചെറുതായിട്ടൊന്ന് കുറയും. അത് നമുക്ക് എക്സ്റ്റെൻഡർ വെച്ചാൽ എന്തായാലും കുറയും. അപ്പോൾ ഈ TP ലിങ്കിൻ്റെ ഞാൻ എന്തായാലും ലിങ്ക് ഇടാം. അതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. ഭയങ്കര കുറേ പേര് ഉപയോഗിക്കുന്നത് നല്ല റിവ്യൂ ഉള്ളത് ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ വേറൊരു രക്ഷയില്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റെൻഡർ ഉപയോഗിക്കാം. മെത്തേഡ് എന്ന് പറഞ്ഞാൽ വേറൊരു രക്ഷയില്ലാന്ന് വെച്ചാൽ നിങ്ങൾ ആൻറ്റിന ഇപ്പോൾ നിങ്ങൾക്ക് ആൻറ്റിന തന്നെ വാങ്ങിയാൽ കിട്ടും. ഇപ്പോൾ ആൻറ്റിന റീപ്ലേസ് ചെയ്ത് നല്ല ക്വാളിറ്റി ആൻറ്റിന റേഞ്ച് കൂടുതൽ ആൻറ്റിന നിങ്ങൾക്ക് വാങ്ങിയാൽ കിട്ടും. അത് വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഇപ്പോൾ എല്ലാ മോഡൽ വരുന്നത്. അപ്പോൾ വേറൊരു രക്ഷയിൽ നിങ്ങൾക്ക് ആൻറ്റിന റീപ്ലേസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ എക്സ്റ്റെൻഡ് കൂടുന്ന നമുക്ക് റേഞ്ച് കൂടുതലുള്ള ഫ്രീക്വൻസി കൂടുതലുള്ള റേഞ്ചുള്ള ആൻറ്റിന വാങ്ങാൻ കിട്ടുന്ന അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കിയിട്ട് ജസ്റ്റ് റീപ്ലേസ് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പ് മോഡൽ തന്നെയാണ് മിക്ക എല്ലാ മോഡത്തിനും ഈ ആൻറ്റിനാസ്. അപ്പോൾ അത് പ്ലഗ് ചെയ്ത് നോക്കിയിട്ട് ചേഞ്ച് ചെയ്ത് നോക്കാം. ഇതൊക്കെയാണ് മേജർ കുറച്ച് ടിപ്സും നമ്മുടെ ഈ വൈഫൈൻ്റെ റേഞ്ച് കൂട്ടാനുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ ഇവിടെ ഇരിക്കുന്നത് മോഡലിൻ്റെ ഇവിടെ ഇരിക്കുന്നത് അതിപ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ അറ്റത്തെ റൂമിലാണ് ഇരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് എനിക്ക് ആ സൈഡിലേക്ക് ആവശ്യമില്ല. താഴെയാണെങ്കിൽ ആ സൈഡിലേക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലേക്ക് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ മെയിനായിട്ട് കമ്പ്യൂട്ടറൊക്കെ ഇവിടെയാണ്. അപ്പോൾ TV ആണെങ്കിലും ഇതിൻ്റെ നേരെ താഴെയാണ്. അപ്പോൾ വലിയ സ്പീഡ് ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ ടിപ്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ എന്തായാലും മാക്സിമം നിങ്ങളുടെ റേഞ്ച് കൂടും.
അപ്പോൾ എക്സ്റ്റൻഡർ വെച്ച് എന്തായാലും നിങ്ങൾക്ക് സിഗ്നൽ സ്ട്രെങ്ത് കൂടും, അത് സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യാനുള്ള സംഭവമാണ്. അപ്പോൾ വേറൊരു റഷ്യയിലെങ്കിലാണ് അത് വെച്ച് നോക്കുക, ബാക്കിയുള്ളത് നോക്കിയിട്ട് വേറെ റഷ്യയിലെങ്കിൽ ഇത് വെച്ച് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി ഫ്രണ്ട്സ്, ബൈ.